Definitely. Okay. Screen കാണാലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഷ്യന്റ് റെക്കോർഡ്സിന്റെ പർപ്പസ് ആണ് മനസ്സിലായത് അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ഓരോ സിംഗിൾ എപ്പിസോഡ് അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിന്റെ എല്ലാത്തരം കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി എന്ത് വേണം നമ്മുടെ കയ്യില്? പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം അല്ലെ? പലതരത്തിലുള്ള പർപ്പസസിന് വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ എന്താ പറഞ്ഞത്? എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറഞ്ഞു അല്ലെ? എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് എന്താണ്? ജനറലി refers to the services provided to patients with a specific condition for a specific period of time. ഇതാണ് എപ്പിസോഡ് ഓഫ് കെയർ. മെയിൻ പർപ്പസ് ആണത്. ഒരു പ്രത്യേക അവസ്ഥയിലുള്ള പേഷ്യൻസിനെ അല്ലെങ്കിൽ പ്രത്യേക കേസുള്ള പേഷ്യൻസിനെ നമ്മൾ പ്രത്യേക സമയത്തേക്ക് നൽകുന്ന ഒരു സർവീസസ് ആണ് എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. ആളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ, ആ ഒരു എപ്പിസോഡിനെയാണ് നമ്മൾ എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ പേഷ്യന്റ് റെക്കോർഡ്സിന്റെ ഫസ്റ്റ് പർപ്പസ് എന്താണ്? എപ്പിസോഡ് ഓഫ് കെയർ ആണ്. ഓക്കെ. നമുക്ക് ഓരോ പ്രാവശ്യം കെയർ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ റെക്കോർഡ്സിലേക്ക് രേഖപ്പെടുത്തുകയാണ് അല്ലെ? നമ്മൾ നോക്കുന്ന ഇപ്പൊ ഒരു മെഡിക്കേഷൻസ് കൊടുത്താൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ പോലെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഓൾറെഡി ആ റെക്കോർഡ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെന്താണ് നെക്സ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്? കണ്ടിന്യൂം ഓഫ് കെയർ. കണ്ടിന്യൂം ഓഫ് കെയർ എന്താണ്? as defined by HIMSS is a concept involving system that guides and tracks patients over the time through a comprehensive array of health services and planning all levels and intensity of care. Continue of care അല്ലെങ്കിൽ continuity of care എന്ന് പറയുന്നത് എന്താ? പരിചരണത്തിന്റെ തുടർച്ച, ട്രീറ്റ്മെന്റിന്റെ തുടർച്ച എന്ന് പറയുന്നത് എന്താണ്? എന്താണ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറയുന്നത്? എന്താണ് ആ ഒരു കോൺസെപ്റ്റ്? നമ്മൾ പേഷ്യൻസ് കൊടുക്കുന്ന എല്ലാ തലങ്ങളിലും അല്ലെ? പേഷ്യൻസിന് കൊടുക്കുന്ന എല്ലാ തലങ്ങളിലും നമുക്ക് എന്താണ്? തീവ്രമായിട്ട് അവരെ നമ്മൾ പരിചരിക്കാനായിട്ട് സാധിക്കണം അല്ലെ? അതായത് എല്ലാ രീതിയിലും നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കുന്ന ചികിത്സയുടെ ആ ഒരു കെയർ അല്ലെങ്കിൽ അത് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ. നമ്മൾ ഏത് ചികിത്സ കൊടുത്താൽ പോലെ നേരത്തെ എപ്പിസോഡ് ഓഫ് കെയറിൽ കൊടുത്തതുപോലെ തന്നെ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ചികിത്സ കണ്ടിന്യൂറ്റിയിൽ കൊടുക്കുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്താണ്? ഓൾറെഡി പേഷ്യന്റ് റെക്കോർഡ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. അതായത് എത്രത്തോളം ഇന്റൻസീവ് ആയിട്ട് കെയർ കൊടുത്താൽ പോലും നമ്മൾ ഓൾറെഡി എന്താണ്? അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പേഷ്യൻസിന്റെ ഐഡന്റിറ്റിയാണ് ആളുടെ പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. ആളുടെ രോഗാവസ്ഥയെ കുറിച്ചുള്ള പ്രധാന ഐഡന്റിറ്റി ആണ്, അല്ലെങ്കിൽ ഐഡന്റിറ്റി ചാർട്ടാണ് എന്ത്? പേഷ്യന്റ് റെക്കോർഡ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്? ആൾക്ക് കൊടുക്കുന്ന പ്രത്യേക ചികിത്സാ സമയത്തിലെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് എപ്പിസോഡ് ഓഫ് കെയർ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ഓഫ് കെയർ എന്ന് പറയുന്നത് എന്താണ്? പരിചരണത്തിന് നമ്മൾ കൊടുക്കുന്ന തുടർച്ച അല്ലെ? ആള് വന്നത് മുതൽ, ഒരു പേഷ്യന്റ് വന്നത് മുതൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആവുന്നത് വരെ നമ്മൾ ആൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ആവശ്യത്തിലുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓരോ ഘട്ടം കഴിയുന്നതോറും കൊടുക്കുന്ന പരിചരണത്തെ കുറിച്ചിട്ടുള്ള അപ്പോഴത്തെ റിപ്പോർട്ട്സുകൾ നമ്മൾ എന്തിനാണ് രേഖപ്പെടുത്തുന്നത്? ഹെൽത്ത് റെക്കോർഡ്സിൽ അല്ലെ? അയാളുടെ പേഷ്യന്റ് റെക്കോർഡ്സിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഓക്കെ. ഇത് പല രീതിയിലുള്ള നമ്മൾ ഈ രേഖപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും പല കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എന്താണ് പല കാര്യങ്ങൾക്കും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പേഷ്യന്റ് റെക്കോർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോ കണ്ടിന്യൂറ്റി ഓഫ് കെയറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏതുവരെ, അതായത് പ്രസന്റ് ടൈം വരെ പേഷ്യന്റിന് ഏതൊക്കെ ചികിത്സയാണ് കൊടുത്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ ഒരു ഫിസിഷ്യൻ വന്ന് നോക്കുകയാണെങ്കിൽ ആൾക്ക് എന്താണ് കൃത്യമായിട്ട് ആൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ടെന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മൾ ആ റെക്കോർഡ്സിൽ എഴുതുന്ന കണ്ടിന്യൂ ഓഫ് കെയർ എന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് മനസ്സിലാവും, ഇതുവരെ ഈ പേഷ്യന്റിന് ഈ ചികിത്സകൾ കൊടുത്തിട്ടുണ്ടെന്ന്, തുടർച്ചയായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ അത് കണ്ടിന്യൂ ഓഫ് കെയർ എന്ന് പറയുന്നത്? ഓക്കെ, മനസ്സിലായോ? Next one, patient care. Patient records provide the documented basis for planning patient care and treatment for a single episode of care and across the care continuum. This purpose is regarded as the primary reason for maintaining patient records. As our healthcare delivery system moves toward true populations, health management and patient-focused care, the patient record becomes a critical tool for documenting each provider's contribution to that care. Okay, patient care. Patient recording പ്രധാന പർപ്പസിൽ വരുന്ന ഒന്നാണ് patient care. എന്തായിരിക്കും ഇതിൽ വരുന്നത്? നമ്മൾ ഒരു പേഷ്യന്റിന് ഏതൊക്കെ രീതിയിലുള്ള ചികിത്സകൾ കൊടുക്കുന്നു നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഓരോ എപ്പിസോഡിലും അല്ലെങ്കിൽ ആൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത ചികിത്സ കൊടുക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. എല്ലാ പേഷ്യൻസിനും ഒരേപോലെയാണോ ചികിത്സ കൊടുക്കുന്നത്? കണ്ടീഷൻ അനുസരിച്ച് അവരിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അല്ലെങ്കിൽ സിവിയറിറ്റി അനുസരിച്ച് അവർക്ക് എന്താണോ ആ രോഗത്തിന്റെ തീവ്രത അതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള കെയർ ആണ് ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. കൊടുക്കുന്ന കെയറിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. നമ്മൾ എന്ത് തരം കെയർ കൊടുത്താലും അതെല്ലാം തന്നെ എന്താണ് ഓൾറെഡി ഇതൊക്കെ റെക്കോർഡഡ് ആണ്. ഓക്കെ, യെസ്. ഇനി മാത്രമല്ല എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്ലാൻ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട പേഷ്യന്റ് കെയറിന്റെ ഭാഗമാണ് പേഷ്യന്റ് പ്ലാൻ അല്ലെ, ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഏത് പ്ലാൻ ആണോ തയ്യാറാക്കിയിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ പേഷ്യന്റിന് ഒരു കെയർ കൊടുക്കുന്നത് അല്ലെ. യെസ്, അതെല്ലാം തന്നെ ആ ട്രീറ്റ്മെന്റ് പ്ലാൻ അടക്കം എന്തിലുണ്ടായിരിക്കും? പേഷ്യന്റ് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. പിന്നെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ റീസൺ, ആളുടെ പ്രധാന കണ്ടീഷൻസ് എന്തെന്ന് വരെയുള്ളത് കൃത്യമായിട്ട് എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ പ്രസന്റ് ആയിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്. മാത്രമല്ല the patient's records become a critical tool for documenting each provider's contribution to that care. എന്താ പറയുന്നത്? patient records become a critical tool. patient records അതായത് patient records പ്രത്യേകിച്ച് ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിനെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ സെറ്റിംഗ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകളാണ് അല്ലെ. നമുക്ക് ഒരിക്കലും തന്നെ അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കണ്ടീഷൻ ആയിട്ട് വന്ന ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള റെലവെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകളാണ് അത്. അതായത് നമ്മൾക്ക് നിർബന്ധമായിട്ടും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള എന്താണ് പേഷ്യന്റ് റെക്കോർഡ്സുകളാണ്. ഓക്കെ, അതായത് അതിൽ എന്തെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ വന്നാൽ തന്നെ എന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ആൾക്ക് നമ്മൾ ഏത് ചികിത്സ കൊടുത്തു, ആളെ എങ്ങനെ പരിചരിച്ചു, ഏതൊക്കെ കെയർ ആൾക്ക് കൊടുത്തു എന്ന് കൂടി നമ്മൾ എന്തിൽ കൊടുക്കുന്നുണ്ട്? പേഷ്യന്റ് റെക്കോർഡ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് തരം ചികിത്സയാണ്, ഏത് തരം ട്രീറ്റ്മെന്റ് പ്ലാൻ ആണോ അതെങ്ങനെയാണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി, ഏതൊക്കെയാണ് നമ്മൾ അതിന്റെ പ്രൊവൈഡേഴ്സ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യും? ആ ഡോക്യുമെന്റ്സിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ? ഇതെല്ലാം പർപ്പസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേഷ്യന്റ് റെക്കോർഡ്സിന്റെ പർപ്പസിൽ മൂന്നാമതാണ് പേഷ്യന്റ് കെയർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ
ഒരു രോഗിയുടെ അവസ്ഥയാണ്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു രോഗിയുടെ അവസ്ഥയാണ്. ആ രോഗി പറയണേക്കാൾ കൂടുതൽ രോഗി പറയുന്ന ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഓൾറെഡി ആ റെക്കോർഡിലുള്ളത് അല്ലെ, പേഷ്യന്റ് റെക്കോർഡ്സിലുള്ളത്. പിന്നീടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ രോഗിനേക്കാൾ കൂടുതൽ ആശ്രയിക്കണം. നമ്മൾ എന്തിനെയായിരിക്കും നമ്മൾ നോട്ട് ചെയ്യുന്നത്? പിന്നീട് റെക്കോർഡ്സ് ആയിരിക്കും അല്ലെ, പേഷ്യന്റ് റെക്കോർഡ്സിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഓൾറെഡി പേഷ്യൻസിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ ശേഖരിച്ചതിന് ശേഷം പിന്നീടുള്ള അതർ പർപ്പസിന് മറ്റ് കമ്മ്യൂണിക്കേഷൻസ്, അതിപ്പോ നഴ്സുമാർ തമ്മിലാണെങ്കിലും ഡോക്ടേഴ്സ് തമ്മിലാണെങ്കിലും എന്താണ്, അതർ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ മറ്റാര് തമ്മിലാണെങ്കിലും കോൺവെർസേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്താനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയായിരിക്കും? പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ നോക്കിയിട്ടായിരിക്കും അല്ലെ. ഒരു പ്രാവശ്യം പേഷ്യൻസിനോട് നേരിട്ട് ചോദിക്കുന്നുള്ളൂ ഓൾറെഡി, പിന്നീട് ശേഷം എന്താണ്, ബാക്കി എല്ലാ കമ്മ്യൂണിക്കേഷൻസും നമ്മൾ നടത്തപ്പെടുന്നത് ആ ഒരു റെക്കോർഡ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ, ആണോ? യെസ്. Patient records are an important means by which physicians, nurses, and others, whether within a single organization or across organization, can communicate with one another about patient needs. The members of the healthcare team generally interact with the patients at the different times during the day, week, or even month or year. Okay. So healthcare team ചിലപ്പോ ഒരു പേഷ്യൻസ് അപ്പൊ നമ്മളിപ്പോ ഒരു പ്രാവശ്യം കാണിച്ചു, അത് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും, കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും ആ ഡോക്ടറെ കാണാൻ വരുന്നത്. ഓക്കെ, നമ്മളെക്കാൾ മുൻപായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുന്നത് എന്തിനോടായിരിക്കും? ഓൾറെഡി നമ്മളുടെ ഒരു പേഷ്യന്റ് റെക്കോർഡ് അല്ലെ, നമ്മളെ പറ്റിയുള്ള ആ ഒരു ചാർട്ട് റെക്കോർഡ് ഓൾറെഡി എന്താണ്, അവര് വീക്ക് ആയിക്കോട്ടെ ഡേ ആയിക്കോട്ടെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് അവർ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ. അതായത് കഴിഞ്ഞ മാസം എന്റെ ഡയബറ്റിസില് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിൽ ഇങ്ങനെയായിരുന്നു, BP ഇങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിന് കൂടുതൽ ഓൾറെഡി എന്തിലുണ്ടായിരിക്കും, ആ റെക്കോർഡിങ്ങിൽ നമ്മൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ആ റെക്കോർഡ്സ് വെച്ചിട്ടാണ് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആ രോഗിയെ കുറിച്ചുള്ള ആശയവിനിമയങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എന്താണ്, ഈ പേഷ്യന്റ് റെക്കോർഡ്സുകളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഒരു കേസസ് ഉണ്ടെങ്കിൽ വേറെ രണ്ട് പേഷ്യൻസ് വരെയാണെങ്കിൽ ചിലപ്പോ ആ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ഏകദേശം ഒരേപോലെ ആയിരിക്കും. അപ്പൊ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റില്ല, ഈ നേരത്തെ കണ്ട പേഷ്യൻസിന്റെ അതേ കണ്ടീഷൻസ് തന്നെയാണ് ഇയാളിലും നടക്കുന്നത്. അപ്പൊ അങ്ങനെ പരസ്പരം ഡോക്ടേഴ്സിന് പല ഡിസ്കഷൻസും നടത്താനായിട്ടും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, പേഷ്യന്റ് റെക്കോർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ അതിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആരും ക്ലാസ്സിലില്ലേ? ക്ലാസ് വെച്ചിട്ട് പോയാക്കണോ? ഉണ്ട്, പിന്നെ എന്തോന്നും മിണ്ടാത്തെ? Yes. Information from the patient's record play an important role in facilitating communication among providers across the continuum of care. The patient record may be the only means of communication among various providers. It is important to note that patients also have a right to access their records, and their engagement in their own care of is often reflected in today's records. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇടവേളകളിൽ പല ഇടവേളകളിലും എന്താണ്, പല ഇന്റർവെൽസിലും പേഷ്യൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പേപ്പർ റെക്കോർഡ്സുകളാണ് പ്രൊവൈഡേഴ്സിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് അണ്ടർലൈൻ ചെയ്തേ. Patient record may be the only means of communication among various providers. പേഷ്യന്റ് റെക്കോർഡ്സുകൾ ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത്, അല്ലെങ്കിൽ എന്താണ് പ്രൊവൈഡേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ ഡോക്ടേഴ്സ് നഴ്സുമാരെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് അവരുടെ പേഷ്യന്റ് റെക്കോർഡ്സുകൾ അതിന് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ടോള്
വഹിക്കുന്നത്. അതായത് ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് പേഷ്യൻസിന്റെ റെക്കോർഡുകളാണ്. ആ റെക്കോർഡുകൾ നോക്കിയിട്ടാണ് അവര് പരസ്പരം പേഷ്യൻസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. മാത്രമല്ല ഇത് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും മാത്രം വേണ്ടിയിട്ടാണ് പേഷ്യന്റ് റെക്കോർഡ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. It is important to note that patients also have a right to access their record. പേഷ്യൻസിനും എന്തിനുള്ള ഒരു അവകാശമുണ്ട്? രോഗികൾക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യന്റ് റെക്കോർഡ്സുകൾ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശമുണ്ട്, ഒരു റൈറ്റ്സ് ഉണ്ട് അല്ലെ. അതായത് രോഗികൾക്ക് അവരുടെ രേഖകൾ ആക്സസ് ചെയ്യാനും അവകാശമുണ്ട്. മാത്രമല്ല എന്താണ്, and their engagement in their own care is often reflected in today's records. മാത്രമല്ല എന്താണ്, അവരുടെ പരിചരണത്തെ കുറിച്ചുള്ള, അതായത് ആ രോഗിക്ക് കൊടുത്തിരിക്കുന്ന പരിചരണത്തെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ്സിൽ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളതും, അതായത് ഓരോ പേഷ്യൻസിന്റെ എൻഗേജ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ ഓൾറെഡി ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് റെക്കോർഡ്സിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പേഷ്യൻസിന് എന്തുണ്ട്, ഡോക്ടേഴ്സിനും പ്രൊവൈഡേഴ്സിനും പോലെ തന്നെ പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാൻസിൽ പേഷ്യന്റ് റെക്കോർഡ്സ് എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ പേഷ്യന്റ് റെക്കോർഡ്സിന്റെ മറ്റൊരു പർപ്പസ് ആണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ പർപ്പസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ പേഷ്യന്റ് റെക്കോർഡ്സുകൾ സംസാരിക്കുന്നുണ്ടെന്ന് വേണ്ടി നമുക്ക് പറയാം. അതായത് ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പല പർപ്പസിനായിട്ട്, പല കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, കമ്മ്യൂണിക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഹെൽത്ത് കെയർ സെറ്റിംഗ്സില് പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് റെക്കോർഡ്സുകൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. ഓക്കെ. മാത്രമല്ല എന്താണ്, പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പേഷ്യന്റ് റെക്കോർഡ്സുകൾ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശവും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കാമോ കമ്മ്യൂണിക്കേഷൻ? വായിച്ചു നോക്കട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് അടുത്ത പർപ്പസ് എന്താണ് പേഷ്യന്റ് റെക്കോർഡിന്റെ? ലീഗൽ ഡോക്യുമെന്റേഷൻ ഇത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ ലീഗൽ ആയിട്ടുള്ള പർപ്പസസിന് സഹായിക്കുന്നുണ്ടോ? അല്ലെ, ഇങ്ങനെയാണ് നോക്കാം. Patient records, because they describe, document, care and treatment, are also legal records. In the event of lawsuit എന്ന് ഉദ്ദേശിക്കുന്ന കേസിനെ തന്നെയാണ് കേട്ടോ പറയുന്നത്, കേസുകളെ. Lawsuit or other legal actions involving patient care, the record becomes the primary evidence for what actually took place during the care. Okay. അതായത് ലീഗൽ ഡോക്യുമെന്റേഷൻ ആണെന്നാണ് പറയുന്നത് പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? Because they describe, document, care and treatment. അല്ലെ, ആ പേഷ്യന്റിന് നമ്മൾ എന്തൊക്കെ കെയർ കൊടുത്തിട്ടുണ്ട്, അല്ലെ, ഏതൊക്കെ ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ എന്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും?
പേഷ്യന്റ് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. പേഷ്യന്റ് റെക്കോർഡ്സ് ഒരു ലീഗൽ റെക്കോർഡ് തന്നെയാണ് കേട്ടോ. യെസ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും, പ്രത്യേകിച്ച് എന്തെങ്കിലും കേസുകൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് എന്തെങ്കിലും എവിഡൻസിന് വേണ്ടിയിട്ട് അല്ലെ, ആൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള എവിഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാഥമികമായിട്ട് നമ്മൾ നോക്കുന്നത് എന്തായിരിക്കും ഒരു ആ പേഷ്യന്റിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു എവിഡൻസ് കിട്ടുന്നതിന് നമ്മൾ നോക്കുന്നത് പേഷ്യന്റ് റെക്കോർഡ്സ് ആണ് അല്ലെ. അതിന് കാരണം എന്താണ്, നമ്മൾ എന്തൊക്കെ ചികിത്സ ആൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ, അതായത് ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് പേഷ്യന്റ് റെക്കോർഡ്സ് നമ്മൾ പൂർണ്ണമായും നോക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്, ഏത് മെഡിസിൻസ് ആണ് ആൾക്ക് പ്രൊവൈഡ് ചെയ്തത്, ഏത് സിറ്റുവേഷൻസിലാണ് ആളെ നമ്മളിവിടെ കൊണ്ടുവന്നിരുന്നത്, ആക്ച്വൽ ഓരോ എപ്പിസോഡ് ഓഫ് കെയറിലും എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആൾക്ക് കൊടുത്തു, എവിടേക്കാണ് ആൾക്ക് വേരിയേഷൻസ് ഉണ്ടായത് എന്നൊക്കെ ലീഗലി നമ്മൾക്ക് ഇവര് നോട്ട് ചെയ്ത ഓരോ പോയിന്റ്സും ലീഗലി ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ഓരോ വഴികളാണ് അല്ലെ. ചിലപ്പോ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ടീം ആരും ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം ആള് മരിച്ചത് അല്ലെ, അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഹോസ്പിറ്റൽസും അതിൽ ചിലപ്പോൾ കാരണക്കാരാവാറുണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇടപെടൽ മൂലം രോഗിക്ക് അപകടം സംഭവിക്കാറുണ്ട് അല്ലെ, മരണം സംഭവിക്കാറുണ്ട് ഇല്ലേ. നമ്മുടെ ജോസഫ് മൂവിയൊക്കെ അങ്ങനെയാണ് അല്ലെ. ജോസഫ്, അതേപോലെ അപ്പോത്തിക്കിരി എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ എന്താണ് അങ്ങനെയുള്ള ചിത്രങ്ങളാണ്. പക്ഷെ ചിലവര് ഈ മെഡിക്കൽ റെക്കോർഡ്സിൽ ക്രമക്കേടുകൾ കാണിക്കും അല്ലെ. അതായത് ഇങ്ങനെ ചിന്ന സാധനം കൊടുത്തു, ഇന്ന ചികിത്സ കൊടുത്തു എന്ന് കള്ള സർട്ടിഫിക്കറ്റ് എഴുതാന്ന് പറയുന്ന പോലെ ഒരു വ്യാജമായ രീതിയിൽ അവർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ ഒന്നും തെളിയിക്കാനുണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. ഓക്കെ, എല്ലാവരും ഇല്ല കേട്ടോ. എന്നിരുന്നാൽ പോലും അങ്ങനത്തെ സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം എന്താണ്, ആ പേഷ്യൻസിന് നമ്മള് അന്ന് മുതൽ ഡിസ്ചാർജ് ആവുന്ന വരെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അതർ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നത് വരെ അവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ പ്രൈമറി എവിഡൻസ് ആണ് എന്ത്, പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. മാത്രമല്ല an old but undeniable true adage about the legal significance of patient record says, if it was not documented, it was not done. Okay, undeniably ഉദ്ദേശിക്കുന്നത് എന്താണ്, നിഷേധിക്കപ്പെടാത്ത വിധം. ഇത് ഈ പേഷ്യന്റ് റെക്കോർഡ് നിഷേധിക്കപ്പെടാത്ത വിധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ശരിക്കും പറഞ്ഞ പേഷ്യന്റ് റെക്കോർഡ്സുകൾ പറയുന്നത് അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മളൊരു പേഷ്യന്റിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തത് നമ്മൾ ആ റെക്കോർഡിൽ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, എഴുതിയിട്ടില്ല. നമ്മൾ ചികിത്സ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതിന്റെ അർത്ഥം എന്താണ്, നമ്മളത് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം അല്ലെ. രേഖപ്പെടുത്തിയാൽ മാത്രമേ അത് കൊടുത്തു എന്ന് പറയാൻ പറ്റൂ. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കണം. രേഖപ്പെടുത്തിയില്ലെങ്കിൽ എന്താണ്, ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് വാദിക്കാൻ പറ്റും അല്ലെ. രേഖപ്പെടുത്താത്തതൊന്നും ഡോക്യുമെന്റ്സ് അല്ല അല്ലെ. നമുക്ക് വാക്കാലെ പറയുന്നത് പോലെയല്ല. പ്രത്യേകിച്ച് ലീഗൽ കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് എന്താണ്, ഇറ്റ് വാസ് നോട്ട് ഡോക്യുമെന്റഡ്, ഇറ്റ് വാസ് നോട്ട് ഡൺ. അതായത് അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊന്നും തെളിയിക്കാൻ ഉണ്ടാവില്ല. മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ട് തന്നെയാണ് പേഷ്യന്റ് റെക്കോർഡ്സ് ഉള്ളൊരു ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്, ലീഗൽ റെക്കോർഡ്സ് ആണെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതേപോലുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഏറ്റവും പേഷ്യന്റ് റെക്കോർഡിന്റെ പർപ്പസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പർപ്പസ് ആണ് ലീഗൽ ഡോക്യുമെന്റേഷൻസിനുള്ള ഒരു എവിഡൻസ് ആയിട്ട് പേഷ്യന്റ് റെക്കോർഡ്സ് മാറുക എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്, പിള്ളേരെ മനസ്സിലായോ? യെസ്, യെസ്. ഇതൊരു പഴഞ്ചൊല്ലാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ബനാന ടോക്ക് ആണ് അത്. ഇഫ് ഇറ്റ് വാസ് നോട്ട് ഡോക്യുമെന്റഡ്, ഇറ്റ് വാസ് നോട്ട് ഡൺ. അതായത്
നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പേഷ്യന്റ് റെക്കോർഡ്സ്. അതായത് നമ്മൾ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനെ അർത്ഥമാക്കുന്നത്. ഓക്കെ. Then research and quality management. അടുത്ത പർപ്പസ് എന്താണ് പേഷ്യന്റ് റെക്കോർഡിന്റെ? Research and quality management. Patient records are used in many facilities for research purpose and for monitoring the quality of care provided. Patient records can serve as source documents from which information about certain diseases or procedures can be taken. For example, although research is most prevalent in large academic medical centers, studies are conducted in other types of healthcare organization as well. Okay. നമ്മുടെ പേഷ്യന്റ് റെക്കോർഡ്സുകള് റിസർച്ച് പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അതായത് പേഷ്യന്റ് റെക്കോർഡ്സ് ആർ യൂസ്ഡ് ഇൻ മെനി ഫെസിലിറ്റീസ് ഫോർ റിസർച്ച് പർപ്പസ് ആൻഡ് മോണിറ്ററിംഗ് ദ ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ് അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് കൂടിയിട്ടാണ്? പല പർപ്പസസിന് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്? മോണിറ്ററിംഗ് ദ ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ് അല്ലെ? നല്ലൊരു രീതിയിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടി നമ്മള് പേഷ്യന്റ് റെക്കോർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മള് patient records can be serve as a source document from which information about certain diseases or procedure can be taken. ഈ നമ്മൾ ഈ റിസർച്ച് പർപ്പസിന് ഉപയോഗിക്കുന്ന പറഞ്ഞില്ലേ, എങ്ങനെയാണ് അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ച് ഏതെങ്കിലും രോഗത്തെ കുറിച്ചോ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ? യെസ്. ഏതെങ്കിലും രോഗാവസ്ഥയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഓൾറെഡി ചില പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ നമ്മൾ അസസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ റിസർച്ച് പർപ്പസസിന് വേണ്ടിയിട്ട് അത് അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. യെസ്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. റിസർച്ച് ഈസ് മോസ്റ്റ് പ്രിവലന്റ് ഇൻ ലാർജ് അക്കാദമിക് മെഡിക്കൽ സെന്റേഴ്സ്. സ്റ്റഡീസ് ആർ കണ്ടക്ടഡ് ഇൻ അതർ ടൈപ്പ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആസ് വെൽ ആസ്. അതായത് നമ്മുടെ ഈ റിസർച്ചുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് അക്കാദമിക് മെഡിക്കൽ സെന്ററിൽ വലിയ വലിയ റിസർച്ചുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? അക്കാദമിക് മെഡിക്കൽ സെന്റേഴ്സിലാണ് നമ്മൾ വലിയ റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. വലിയ ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് വലിയ മെഡിക്കൽ സെന്റേഴ്സിലാണ്. എന്നിരുന്നാലും എന്താണ്, മറ്റു തരത്തിലുള്ള റിസർച്ചുകൾ നമ്മൾ എവിടെയാണ്? അതർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിൽ നമ്മൾ പഠനം നടത്താറുണ്ട്. അതായത് പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ലാർജ് ആയിട്ട് വലിയ രീതിയിലുള്ള ഗവേഷണങ്ങൾ ചെയ്യാനായിട്ട് അക്കാദമിക് ആയിട്ടുള്ള മെഡിക്കൽ സെന്റേഴ്സും വലിയ മെഡിക്കൽ സെന്റേഴ്സിലും അല്ലാതെ നമ്മൾ മറ്റ് സ്റ്റഡീസ് ഒക്കെ മറ്റ് ഗവേഷണപരമായിട്ടുള്ള മറ്റ് സ്റ്റഡീസുകൾ കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, മറ്റു തരത്തിലുള്ള ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളിൽ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്താറുണ്ട്. അതായത് ചെറിയ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്ന് പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ കളക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് മെഡിക്കൽ സെന്റേഴ്സിൽ നിന്ന് നമ്മൾ റെക്കോർഡ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് പല പ്രൊവൈഡേഴ്സും റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് പല ഡിസീസസിനെ കുറിച്ച് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകൾ കണ്ടെത്തുന്നത്. ഓക്കെ. അപ്പോൾ റിസർച്ചിനും ക്വാളിറ്റി മാനേജ്മെന്റിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പേഷ്യന്റ് റെക്കോർഡ്സുകൾ ഉപയോഗിക്കുന്നു കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? ഓക്കെ, വായിച്ചു കേട്ടോ. നമ്മള് പി ജിക്ക് ജോയിൻ ചെയ്തപ്പോ എത്ര കുട്ടികൾ ക്ലാസ് ഉണ്ടായിരുന്നു അറിയാമോ? എത്ര സ്റ്റുഡൻസ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? 40+, 30+, ഏതായിരുന്നു? 50+?
എത്ര പേരുണ്ട്? 50+ ഉണ്ടായിരുന്നു അല്ലെ? എത്ര പേരുണ്ടെന്ന് നോക്കിയേ. പതിമൂന്ന് സ്റ്റുഡൻസ്. അതില് ഒരെണ്ണം ഞങ്ങള് രണ്ടും സ്മാർട്ട് സ്റ്റഡി ആണ്. ഒരെണ്ണം ടീച്ചറും ഒരെണ്ണം ടെക്നിക്കൽ ടീമുമാണ്. ബാക്കി 13 പേരാണ് നിങ്ങൾ. ചിലപ്പോ റെക്കോർഡഡ് കാണുന്നുണ്ടാവാം, എനിക്കറിയില്ല, അറിയില്ല. റെക്കോർഡ് കാണുന്നുണ്ട്, കുറച്ചധികം പേര് കാണുന്നുണ്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെന്നാണ് സാറ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? റിസർച്ച് പർപ്പസ് എക്സാം മാർച്ച് 3 നിങ്ങളുടെ ക്ലാസ് കഴിയും. അടുത്ത മാസമൊക്കെ ഉള്ളൂ ശരിക്കും ക്ലാസ് അല്ലേ? നെക്സ്റ്റ് പേഷ്യന്റ് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ടവരുടെ നെക്സ്റ്റ് പർപ്പസ് ആണ് ബില്ലിംഗ് ആൻഡ് റീബ്രഷ്മെന്റ്. Patient records provide the documentation patients and payers use to verify bill service. Insurance companies and other third-party payers insist on clear documentation to support any claim submitted. Okay. നമുക്ക് പേഷ്യന്റ് റെക്കോർഡ്സുകള് ബില്ലിംഗ് സംവിധാനത്തിൽ അല്ലെങ്കിൽ ബില്ലിംഗ് കാര്യങ്ങളില്ല, ബില്ലിംഗ് പ്രൊസീജിയേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകള്? ഉണ്ടോ? ഉണ്ട്. അതായത് ഇപ്പൊ നമുക്കൊരു ഇൻഷുറൻസ് കമ്പനി, അതായത് ക്ലെയിം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം കിട്ടണമെങ്കിൽ ഈ പേഷ്യന്റ് റെക്കോർഡ്സുകൾ അതിനെ ഹെൽപ്പ് ചെയ്യുക. ഉണ്ട്. നമ്മൾ ആ റെക്കോർഡ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും, അതായത് ചില കേസസിലൊന്നും നമുക്ക് ക്ലെയിം കിട്ടില്ല അല്ലെ, എല്ലാ കേസസിലൊന്നും ക്ലെയിം കിട്ടില്ല. അപ്പോ നമുക്ക് സപ്പോർട്ട് കിട്ടണമെങ്കിൽ ആ ഡോക്യുമെന്റ്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം അല്ലെ. പേഷ്യൻസ് റെക്കോർഡ്സിൽ ആ ക്ലെയിംസ് കിട്ടണമെങ്കിൽ, ഇൻഷുറൻസ് കവറേജ് കിട്ടണമെങ്കിൽ ആ ഡോക്യുമെന്റ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. ചില മെഡിസിൻസിന്റെ പേരൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിംസ് കിട്ടില്ല. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഫിക്സ് പോലുള്ള അസുഖങ്ങളില്ല കുട്ടികൾക്ക് വന്ന സീഷറിന്റെ മെഡിസിൻസ് എഴുതി കഴിഞ്ഞാൽ ക്ലെയിം റിജക്റ്റഡ് ആവും. ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ അതിൽ കറക്റ്റ് ചെയ്തിരിക്കുന്ന ഡീൽസുകളും കാര്യങ്ങളും ഓരോ റെക്കോർഡ്സിൽ, പേഷ്യന്റ് റെക്കോർഡ്സിൽ ഓൾറെഡി ഏതൊക്കെ ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ ഇമാജിംഗ് ആണെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും ലാബ് ടെസ്റ്റുകൾ മറ്റെന്തെങ്കിലും ആണെങ്കിലും എല്ലാം അതിന്റെ എല്ലാം കൃത്യരേഖകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ അതിന്റെ ബില്ലും ഉണ്ടായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഏത് ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടെന്ന് ഓൾറെഡി ആ റെക്കോർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇന്ന ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഒരു ബില്ലിംഗ് പേയ്മെന്റ്സിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് കവറേജ് കിട്ടണമെങ്കിൽ നമുക്ക് പേഷ്യന്റ് റെക്കോർഡ്സുകൾ നമ്മൾ അവിടെ സഹായിക്കുന്നതാണ്. ഓക്കെ, ഇനി മാത്രമല്ല നമുക്കറിയാം ഫെഡറൽ പ്രോഗ്രാംസ് ആണ് മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് എന്ന്. നിങ്ങൾ PG തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ അത്. മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് മെയിൻ്റനൻസിലാണോ പഠിച്ചിരിക്കുന്നത്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിലാണോ പഠിച്ചിരിക്കുന്നത്? ഇത് ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഫെഡറൽ പ്രോഗ്രാംസ് ആണ്. എന്താണത് തരുന്നത് ഫെഡറൽ പ്രോഗ്രാംസ് എന്ന് ഉദ്ദേശിക്കുന്നത്? Medicare and Medicaid have oversight and review process in place that use patient records to confirm the accuracy of claims field. Filling a claim for service that is not clearly documented in the patient record may be constructed as fraud. Okay. അപ്പൊ എന്താണ് മെഡിക്കെയർ ആൻഡ് മെഡിക്ലെയിം എന്ന് പറയുന്നത്? മെഡിക്കെയർ എന്ന് പറയുന്നത് എന്ത് സംവിധാനമാണ്? മെഡിക്കെയർ എന്ന് പറയുന്നത് എന്ത് സംവിധാനമാണ് പിള്ളേരെ? മെഡിക്കെയർ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് സംവിധാനമാണ് കേട്ടോ. മെഡിക്കെയർ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, അതായത് 65 എബവ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് സെർട്ടൺ ഡിസബിലിറ്റീസ് ഉള്ളവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് മെഡിക്കെയർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് സംവിധാനമാണ്. ഓക്കെ, ഫെഡറൽ സംവിധാനത്തിന്റെ. അതേപോലെ തന്നെ മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടിന്റെ സ്പെല്ലിംഗ് നോക്കണം കേട്ടോ. മെഡിക്കെയറും മെഡിക്കെയ്ഡും. ഓക്കെ, യെസ്. മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് പ്രോഗ്രാം ആണ്. അതും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, ലോ ഇൻകംസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ലോ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനും ഫാമിലീസിനും വേണ്ടിയിട്ടാണ് നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു പ്രോഗ്രാംസ് ആണ് എന്ത്? മെഡിക്കെയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കെയർ ഇൻഷുറൻസ് കവറേജസ്, ഇൻഷുറൻസ്
പ്രത്യേകിച്ച് ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ 65 above ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മെഡിക്കെയ്ഡ് എന്താണ്? അതും ഒരു ഗവൺമെന്റ് പ്രോഗ്രാം ഫോർ ലോ ഇൻകം ഇൻഡിവിജ്വൽസ് ഓർ ഫാമിലീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൽ പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മെഡിക്കെയറിലുള്ളവരാണോ എന്നിരുന്നാൽ പോലും നമ്മൾ ഓൾറെഡി റെക്കോർഡ്സിൽ അല്ലെങ്കിൽ ആ ബില്ലിംഗ് ഇൻഫോർമേഷൻസിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ മെഡിക്കെയറിലുള്ളവർ, ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ എങ്ങനെയായിരിക്കും പേയ്മെന്റ്സ് വരുന്നത്? ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ പേയ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? ഇൻഷുറൻസ് കിട്ടിയ ആൾക്കാരാണെങ്കിൽ പേയ്മെന്റ് എങ്ങനെയാണ്? ക്യാഷ്ലെസ് ആയിരിക്കും അല്ലെ? ആണോ? ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ? ഇല്ല. യെസ്. എന്നിരുന്നാൽ പോലും ഓൾറെഡി നമ്മുടെ റെക്കോർഡ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ, പേഷ്യന്റ് റെക്കോർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ക്ലെയിം ആണെങ്കിലോ ഇൻ കേസ് മറ്റ് ബില്ലിംഗ് ഇൻഫോർമേഷൻസ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളാണെങ്കിൽ പോലും കിട്ടുമല്ലോ കേട്ടോ. ഓക്കെ, ഇനി മാത്രമല്ല, ഫില്ലിംഗ് എ ക്ലെയിം ഫോർ എ സർവീസ് ദാറ്റ് ഈസ് നോട്ട് ക്ലിയർലി ഡോക്യുമെന്റഡ് ഇൻ ദ പേഷ്യന്റ് റെക്കോർഡ് മേ ബി കൺസിഡർഡ് ആസ് എ ഫ്രോഡ്. എന്താ പറയുന്നത്? നമ്മള് ഒരു ഫയല്, അതായത് പേഷ്യൻസിന്റെ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ ഇപ്പൊ നമ്മള് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതൊരു ഫ്രോഡ് ആയിട്ടുള്ള, വഞ്ചനാപരമായിട്ടുള്ള ഒരു കുറ്റകരമാണ്. അതായത് ആവശ്യമില്ലാത്ത രീതിയിൽ ആ ഡോക്യുമെന്റ്സിൽ നമ്മൾ കൊടുക്കുന്ന ക്ലെയിമിന്റെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വഞ്ചനാപരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഫ്രോഡ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് രോഗിയുടെ രേഖയിൽ നമ്മൾ വ്യക്തമായിട്ടല്ല കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ എന്താണ് ഒരു ക്ലെയിം നമ്മൾ തട്ടിക്കൂട്ടുന്നത് ഒരു ഫ്രോഡ് പരിപാടി ആയിട്ടുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്ത് ഇൻഫർമേഷൻസ് ആണ്, ബില്ലിംഗ് ഇൻഫർമേഷൻസിന്റെ കാര്യങ്ങളാണെങ്കിൽ പേഷ്യന്റ് റെക്കോർഡ്സ് നമ്മൾ ഓൾറെഡി അത് ചെക്ക് ചെയ്യും. ഇന്ന കാര്യങ്ങൾ പേഷ്യൻസ് ചെയ്തിട്ടുണ്ടോ, അതിനനുസരിച്ചിട്ടാണ് ടെസ്റ്റ് ഫെസിലിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്തിരിക്കുന്നതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ആ ബില്ലിന്റെ കാര്യങ്ങൾ, ഇൻഷുറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ്സ് ആണെങ്കിലും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ റെക്കോർഡ്സ് ബില്ലിംഗ് സമയത്തും എന്താണ് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പൊ പേഷ്യന്റ് റെക്കോർഡ്സിന് മറ്റൊരു പർപ്പസ് ആണ് എന്ത്? ബില്ലിംഗ് ആൻഡ് റീഫ്രഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? Next one, population health. Population health information from patient records is used to monitor population health, assess health status, measure utilization of service, track quality outcomes, and evaluate adherence to the evidence-based practice guidelines. നമ്മുടെ പോപ്പുലേഷൻ ഹെൽത്ത് പോപ്പുലേഷൻ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പേഷ്യന്റ് റെക്കോർഡ്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്താണ് ഹെൽത്ത് പോപ്പുലേഷൻ എന്ന് പറയുന്നത്? പേഷ്യൻസിന്റെ ആരോഗ്യ മേഖല അല്ലെ, ആരോഗ്യനില ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഡാറ്റാസ്, പേഷ്യൻസിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് നമുക്ക് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണോ പേഷ്യൻസിന് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ രോഗികളുടെ ആരോഗ്യം എത്രത്തോളം മികച്ചതാണെന്നുള്ള ഡാറ്റാസ് കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്? പേഷ്യന്റ് റെക്കോർഡ്സുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് പോപ്പുലേഷൻ ഹെൽത്ത് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഹെൽത്ത് ഈസ് യൂസ് പേഷ്യൻസ് ഡാറ്റ ടു ട്രാക്ക് ഹെൽത്ത് ട്രെൻഡ്സ്. അതായത് ആരോഗ്യ മേഖലയിലെ പുത്തൻ പ്രവണതകൾ കണ്ടെത്താനും കൂടി എന്താണ്, മാത്രമല്ല പേഷ്യൻസിന്റെ ആരോഗ്യം എത്രത്തോളം മികച്ച രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാറ്റസിൽ എന്തെങ്കിലും മാറ്റങ്ങളോ, അതൊക്കെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, പിന്നെന്താണ് പുതിയ സർവീസസിനെ കുറിച്ചിട്ടും, അല്ലെങ്കിൽ മറ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ, പേഷ്യന്റ് റെക്കോർഡ്സിൽ നമ്മൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിൽ കൊടുക്കുന്നത് എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? പേഷ്യന്റ് റെക്കോർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് കെയർ മേഖല ഓവറോൾ ഹെൽത്ത് പോപ്പുലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റ് റെക്കോർഡ്സുകളിൽ നിന്നുള്ള ഡാറ്റാസ് ആണ് സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ അവിടെ വരെ പറഞ്ഞത്? Then healthcare payers and consumers are increasingly demanding to the
no cost effectiveness and efficiency of different treatment options and modalities. Population health focuses on prevention as means of achieving cost effective care. Okay, നമ്മൾ എങ്ങനെയുള്ള ഒരു സർവീസസ് ആണ്, എങ്ങനെയുള്ള ഒരു സേവനമാണ് മിക്ക ട്രീറ്റ്മെന്റ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ഒരു സേവനമാണ്? ആരോഗ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സേവനങ്ങൾ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ എന്താണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് കൂടി കൊടുക്കുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് ഓൾറെഡി ആ പേഷ്യന്റ് റെക്കോർഡ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഓക്കെ, അതായത് നമ്മൾ അതിൽ കൊടുക്കുന്ന മൊഡാലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, എക്സ്റേ, CT ഇതൊക്കെ ഇല്ലേ, CT, MRI തുടങ്ങിയ വിവരങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ചില പേഷ്യന്റ് റെക്കോർഡ്സിൽ ഇത് കുറെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഒരു പേഷ്യൻസിന് തന്നെ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. പക്ഷെ ചെയ്ത റിസൾട്ട്സിലൊക്കെ ചിലപ്പോൾ വലിയ വേരിയേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, കോസ്റ്റ് കൂടുതൽ വാങ്ങിച്ചിട്ടും എന്താണ്, ഒരുപാട് MRI തന്നെ 2-3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ തന്നെ എത്ര എമൗണ്ട് ആവും അല്ലെ. MRIക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത്, CTക്കാണോ MRIക്കാണോ ഏറ്റവും കൂടുതൽ പൈസ ചാർജ് വരുന്ന ഏതിനാണ്? MRIക്കാണോ CT സ്കാനാണോ? MRIക്കാണ് അല്ലെ. ഏകദേശം 10ന് മേലെങ്കിലും എമൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഏതൊക്കെ മൊഡാലിറ്റി ഫേസുകൾ പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ട്രീറ്റ്മെന്റ് പ്ലാൻസ് അതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും? ഈ ഡാറ്റാസ് ഓൾറെഡി പേഷ്യൻസിന്റെ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഓക്കെ, മാത്രമല്ല പോപ്പുലേഷൻ ഹെൽത്ത് ഫോക്കസ് ഓൺ പ്രിവെൻഷൻ ആസ് മീൻസ് ഓഫ് അച്ചീവിംഗ് കോസ്റ്റ് എഫക്റ്റീവ് കെയർ. നമ്മൾ ഈ പോപ്പുലേഷൻ ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് എന്താണ്? കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കെയർ ആണോ പേഷ്യൻസിന് ലഭിക്കുന്നത് എന്ന് കൂടി നമുക്ക് ഈ ഡാറ്റാസ് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഓക്കെ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കെയർ ആണ് പോപ്പുലേഷൻ ഹെൽത്ത് കൊണ്ട്. അതായത് നമ്മൾ ഇത് അനലൈസ് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എത്രത്തോളം ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് പേഷ്യൻസിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് പോകുന്നതൊക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ അനലൈസ് ചെയ്യുന്നത്, ട്രാക്ക് ചെയ്യുന്നത്. ആ ഡാറ്റ ക്ലിയർ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റ് റെക്കോർഡ്സുകൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ പോപ്പുലേഷൻ ഹെൽത്ത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന്റ് റെക്കോർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. Next one, public health. Federal and state public ensure that they protect citizens from patient records to the inform policies and procedures to ensure that they protect citizens from unhealthy conditions. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് HIPAA എന്ന് പറഞ്ഞൊരു ആക്ടിനെ കുറിച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? HIPAA, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി അക്കൗണ്ടബിലിറ്റി ആക്ട്, ഓർമ്മയുണ്ടോ? HIPAA എന്ന് പറയുന്നത് നമ്മൾ HIMS പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമയില്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്? പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷന്റെ സെക്യൂരിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അതായത് പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ എപ്പോഴും സെക്യൂർ ആയിട്ടുള്ള മാനറിൽ നിലനിർത്തുന്നത്, അതായത് മറ്റൊരാൾക്ക് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സെക്യൂർ ആക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം കൂടിയാണ് HIPAA എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടല്ലോ, മറന്നുപോയാ? ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി ആക്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ പബ്ലിക് ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് എൻഷുർ ചെയ്യുന്നുണ്ട്. എന്താണ്? സിറ്റിസണിന്റെ അല്ലെങ്കിൽ ഓരോ പേഷ്യൻസിന്റെയും പേഷ്യന്റ് റെക്കോർഡ്സുകൾ അല്ലെ, അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റ് പബ്ലിക് ലോസ് പ്രകാരം അതിന്റെയൊക്കെ ഒരു സ്വകാര്യത അല്ലെ, പേഷ്യൻസിന്റെ റെക്കോർഡ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു സെക്യൂർ ആയിട്ടുള്ള മാനറിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കാം അല്ലെ. പ്രത്യേകിച്ച് ചിലവരുടെ എല്ലാ കേസസുകളും നമുക്ക് ചില കേസസ് കുറച്ച് റെയർ ആയിട്ടുള്ള കേസസ്, ചില കണ്ടീഷൻസ് ഒക്കെ നമുക്കൊന്ന് പുറത്തേക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അല്ല അല്ലെ. അപ്പൊ അതൊക്കെ എപ്പോഴും എന്താണ്, നമുക്ക് സേവ് ചെയ്ത് വെക്കുക. സെക്യൂർ ആയിട്ടുള്ള ഒരു മാനറിൽ ആ ഡാറ്റാസ് സൂക്ഷിക്കണമെങ്കിൽ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കൂ. ഓക്കെ, അപ്പൊ കേരളത്തിലും ഇന്ത്യയിലായിട്ട് എന്താണ്, ഇന്ത്യൻ ഫെഡറൽ സ്റ്റേറ്റ് നിയമങ്ങൾ അനുസരിച്ചിട്ട് പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാത്തരം പോളിസീസും നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ എന്താണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് രോഗികളുടെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് പല സാഹചര്യങ്ങളിൽ നിന്നും
രോഗികളുടെ ആ റെക്കോർഡ്സുകൾ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. അതായത് പബ്ലിക് ഹെൽത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ എല്ലാ റെക്കോർഡ്സുകളും ആ ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കണം. ഓക്കെ, അപ്പൊ പബ്ലിക്കിന്റെ ഹെൽത്ത് എപ്പോഴും നമ്മൾ ആ പേഷ്യന്റ് റെക്കോർഡ്സുകളിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് പബ്ലിക് ലോസിന്റെ ഒരു സംരക്ഷണം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പേഷ്യന്റ് റെക്കോർഡ്സുകൾ വെറുതെ ഉള്ളതല്ല, നമുക്ക് ഇതിന്റേതായിട്ടുള്ള എല്ലാത്തരം പരിരക്ഷ, എല്ലാ നിയമത്തിന്റേതായിട്ടുള്ള പരിരക്ഷകളും ഇതിന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് സേവ് ചെയ്യേണ്ട പേഷ്യൻസിന് യാതൊരു വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് പോകുന്നതല്ല. ആ റെക്കോർഡ്സിൽ എപ്പോഴും എങ്ങനെയായിരിക്കും, സെക്യൂർ ആയിട്ടുള്ള ഒരു മാനറിലായിരിക്കും അത് സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ട് പേഷ്യന്റ് റെക്കോർഡ്സിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ വന്നാൽ അതിനെ എതിർക്കുന്നതിന് വേണ്ടി അതിനെ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും, ലീഗൽ ആയിട്ട് അല്ലെ, നിയമപരമായിട്ട് എന്താണ് സംരക്ഷണം നൽകുന്നത്, നിയമപരമായിട്ട് നമുക്ക് അതിനെ ഇല്ലാതാക്കാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പൊ ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളിൽ സംരക്ഷണം ഇല്ലാതായി കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലീഗൽ പ്രൊട്ടക്ഷൻസും നമ്മൾ ആക്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, ഒരു തേർഡ് പാർട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ സിസ്റ്റത്തിൽ, പ്രത്യേകിച്ച് HIMSലേക്ക് നമ്മൾ സൂക്ഷിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത് മറ്റൊരു പാർട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അതിനാണ് നമ്മൾ ബഗ് ഫ്രീ സിസ്റ്റം ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. പഠിച്ചിട്ടില്ലേ ബഗ് ഫ്രീ സിസ്റ്റം, കോഡിംഗ് സംവിധാനങ്ങൾക്ക് കൊടുത്തിട്ട്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഇത് വായിച്ചു നോക്കാമോ? പോപ്പുലേഷൻ ഹെൽത്തും പബ്ലിക് ഹെൽത്തും ഒന്ന് വായിക്കാമോ? ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം അനലൈസ് എടുത്തോ? ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം എടുത്തോ? മേജർ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേരുകൾ എടുത്തോ? എടുത്ത പിള്ളേരെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ,
ഓക്കെ, അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you. Have a nice day.